Anisha Francis, a student of second year MSc Botany from Carmel College, Mala. എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റാഗി ലഡു ആണ്. നമുക്കറിയാം റാഗി എന്ന് പറയുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് റാഗിയാണ്. നമുക്കറിയാം റാഗി എന്ന് പറയുമ്പോൾ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മില്ലറ്റാണ് റാഗി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ റാഗി വെച്ച് അധികം പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ന്യൂട്രീഷ്യസ് ഉള്ളതുമായിട്ടുള്ള ഒരു മില്ലറ്റാണ് റാഗി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ഒരു മില്ലറ്റാണ്. അതുപോലെ തന്നെ അയൺ റിച്ച് ആണ്. പിന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ് അങ്ങനെ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കമ്പോണൻസ് ഈ റാഗിയിലുണ്ട്. പക്ഷെ എന്നാൽ അത് വെച്ചുള്ള പ്രൊഡക്ട്സ് വളരെ കുറവാണ്. കാരണം അത് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമ്മളത് വെച്ച് പുട്ട്, ദോശ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് കഴിക്കാൻ കുറച്ചതിൻ്റെ ആ തവിടിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് റാഗി വെച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് നമുക്ക് ലഡു പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ സ്വീറ്റ്നറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ജാഗറിയാണ്, വേറെ പഞ്ചസാര അങ്ങനത്തെ ഇതുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കാർഡമം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടി, ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂ, ബദാം അങ്ങനത്തെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ റാഗി എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൈലി ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന്, ആൾക്കാർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ അത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ലഡു ഇപ്പം നമ്മൾ ജാഗറിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്വീറ്റാണ്, കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അനീമിക് ആയിട്ടുള്ളവർക്ക്, ഒരു ടീനേജ് ആ ഒരു ഇതിലുള്ള പെൺകുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് കഴിക്കാം. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് ആയാലും സ്വീറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവരാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആയാലും വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജാഗറി ആയതുകൊണ്ട് അവർക്കും അത്യാവശ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇതിൽ ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഷെൽഫ് ലൈഫൊക്കെ ഇപ്പോൾ ഒരു 1 വീക്കൊന്നും കേടാകാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചും കൂടി ഒരു പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് ഷെൽഫ് ലൈഫൊക്കെ കൂട്ടി ഇതൊരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ എത്തിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു പ്രൊഡക്റ്റായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് സാറാ ബയോടെക് പ്രൊഡക്റ്റ് സ്കൂളാണ്. നമ്മുടെ നജീബ് സാറായാലും, സുനീബ് സാറ്, ശ്രീലക്ഷ്മി മാം, ഷന മാം, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാണ് നമുക്ക് ഈ ഐഡിയനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചത് സാറാ ബയോടെക് ആണ്.